ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവോ? അല്ലേ, ആക്രിയാണോ? പാത്രം വിൽക്കാനിരിക്കുകയാണ് ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എല്ലാം എടുത്തൊന്ന് കഴുകി ഉണക്കാൻ വെക്കും കേട്ടോ, ഉണക്കി വെക്കും. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാം ഒന്ന് തേച്ച് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറേ പഴയ ഓർമ്മകളുള്ള കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ എൻ്റെ അമ്മ വാങ്ങിത്തന്നത്, അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ഓർണമെൻറ്റ്സ് കളക്ഷൻ, സാരി കളക്ഷൻസ് അങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അതുപോലെ കമ്മൽ, ചുരിദാർ കളക്ഷൻസ് അങ്ങനെ കാണിക്കുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും കാണിക്കാനായിട്ട് ഞാൻ ഒരുപാട് സാരികളാണെങ്കിലും ഡ്രസ്സൊന്നും അങ്ങനെ ഒരുപാട് എടുത്ത് കൂട്ടാറില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ഞാൻ ജോലിക്ക് കാക്കനാട് വെച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെയൊക്കെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം യൂണിഫോമാണ്. അപ്പോൾ ഞാൻ വണ്ടിക്ക് പോകുന്നതുകൊണ്ട് യൂണിഫോമിൽ തന്നെ പോകും, തിരിച്ചു വരുന്നത് യൂണിഫോമിൽ തന്നെ. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രം ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ, എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വല്ല ഓണോ വിഷു ഒക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ കമ്മൽ ഒക്കെ ആണെങ്കിലും ഞാൻ ഒരെണ്ണം ചീത്തയായി കഴിയുമ്പോൾ അടുത്ത് വാങ്ങുള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും അങ്ങനെ വാങ്ങിക്കൂട്ടാറില്ല. എനിക്ക് സ്വന്തമായിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ എൻ്റെ ചായക്കലം പരിചയപ്പെടാം കേട്ടോ. ഇത് ഞങ്ങൾ ഒരു 2001 എരമല്ലൂർ സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിന് എൻ്റെ അമ്മ വാങ്ങി തന്നാണ് കേട്ടോ ഈ കലം. അപ്പോൾ അമ്മയുടെ പേര് ഇതിൽ കുത്തിയിട്ടുണ്ട് കേട്ടോ, രാജമ്മ എന്നാണ് പേര്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ, കളിയാക്കരുതേ. കാരണം അന്ന് എനിക്ക് ഗ്യാസ് സ്റ്റവ് ഒന്നും ഉണ്ടായിരുന്നില്ല, വിറകടുപ്പിൽ തന്നെയായിരുന്നു കേട്ടോ കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കരി പിടിച്ചത് കുറേ നാളിങ്ങനെയൊക്കെ വിറകടുപ്പിൽ കത്തിച്ചിട്ട് കരി അങ്ങനെ അത്ര നന്നായിട്ട് തേച്ചാലും പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് മൂടിയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാനിപ്പോഴും ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ വർഷമെങ്കിലും അതിൻ്റെ വക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്, എന്നാലും ഞാനത് മാറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനിത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഈ ഒരു വലിയ പോണി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതും എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഹൗസ് വാമിങ്ങിനെ തന്നാണ് കേട്ടോ, ഗിഫ്റ്റായിട്ട് തന്നാണ്. ഇതിലും പേര് കുത്തിയിട്ടുണ്ട് കേട്ടോ, പ്രകാശൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എൻ്റെ പേരുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതിൽ ഞാൻ അന്നൊക്കെ വെള്ളം നിറച്ച് വെക്കുമായിരുന്നു. പിന്നെ കാക്കനാട് വെച്ച് വെള്ളം നിറച്ച് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വീണ്ടും ഞാനിത് വെള്ളം നിറച്ച് വെക്കാനായിട്ട് എടുത്തിരിക്കുവാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇതിലും വലിയൊരു പാത്രം കൂടി ഉണ്ട് കേട്ടോ, അത് ചേട്ടൻ വാങ്ങിച്ചാണ്. അതിൽ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ബിരിയാണി ചെമ്പാണ് കേട്ടോ. എൻ്റെ മോള് കേക്ക് മേക്കിംഗ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കൊടുത്താണ്. പിന്നെ അവൾ പീലിമോളെ പ്രസവിച്ചിരുന്നപ്പോഴേക്കും അവൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാനതിൽ അരി ഇട്ട് വെക്കുവാണ്. ഇതിൽ മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് കുക്കറുകളാണ് കേട്ടോ. 3 കുക്കറുണ്ട്. ഒന്ന് ഒരു വലിയ കുക്കർ, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ തീരെ ചെറുത്. പിന്നെ ഈ ഒരു കലം റൈസ് കുക്കറിലെ കലം കേട്ടോ. പിന്നെ ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഉപയോഗിക്കാറ്. 6 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു പ്ലേറ്റ് എൻ്റെ ബ്രദറിൻ്റെ കേട്ടോ, അതിലും ചേട്ടൻ്റെ പേര് കുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രം ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് പൂവൊക്കെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ 3 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. മോളുടെ കല്യാണത്തിന് തട്ടം കൈമാറുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട് വാങ്ങിച്ചാണ്. അപ്പം ഇപ്പം മൂടിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കയ്ലുകൾ, ഈ ഒരു കയ്യിലും പിന്നെ ചട്ടകവും ഞങ്ങൾ ആദ്യം കുറച്ച് നാൾ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഒരു റൈസ് കട്ടർ ഉണ്ട്, അതിപ്പോൾ എടുക്കാറില്ല, അതവിടെ ഇരിക്കുകയാണ്. അതെനിക്ക് കല്യാണത്തിന് ചേട്ടന് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. പിന്നെ വേറെ കുറച്ച് കയ്ലുകളുണ്ട്. ഒരു അരിപ്പക്കയിലുണ്ട്,
പിന്നെ ചട്ടം പോലത്തെ കുഴിയുള്ള 2 കയ്യിലുണ്ട് കേട്ടോ, അത് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഈ ചീനച്ചട്ടി എനിക്ക് അമ്മ വാങ്ങി തന്നാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയിൽ ഈ ചീനച്ചട്ടി കണ്ടിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ചീനച്ചട്ടി മാറാറായല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനിത് വീഡിയോയിൽ ഉപയോഗിക്കാറില്ല കേട്ടോ, എന്നാലും ഞാനിത് കളഞ്ഞിട്ടില്ല. അല്ലാതെ താളിക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വീഡിയോ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചാട്ടോ ഈ ഒരു ചെറിയ ചീനച്ചട്ടി. പിന്നെ ഈ ഒരു പാത്രം, ഇത് 3 സെറ്റായിട്ടായിരുന്നു കേട്ടോ, 3 പാത്രങ്ങളുണ്ടായിരുന്നു. ഇതും ഹൗസ് വാമിങ്ങിന് ചേട്ടന് ഗിഫ്റ്റായിട്ട് കിട്ടിയാണ്. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ തന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി 2 പോയി, ഈ ഒരെണ്ണം മാത്രം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അരി കഴുകാൻ പച്ചക്കറി കഴുകാനൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലും പേരുണ്ട് അരുൺ എന്നാണ് കേട്ടോ. പിന്നെ ഒരു 3 കറിപ്പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കറി വിളമ്പാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, മോളുടെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ അത് വാങ്ങിയത്. പിന്നെ ഈ ഒരു ചീനച്ചട്ടി ഞങ്ങൾ 2008 ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ചെറിയൊരു പാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 ഫ്രൈ പാനും പോയി, ചെറിയ പാൻ ഉണ്ടായിരുന്നു അതും പോയി. ഈ ഒരു ചീനച്ചട്ടിയുടെ മൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, എന്നാലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രൈ പാൻ വേറെ ഉണ്ട്. പിന്നെ ഈ ഒരു പാത്രം ഞാൻ അമ്പലത്തിൽ താലത്തിനൊക്കെ പോകാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സാധാരണ നമ്മൾ പ്ലേറ്റിലേക്കാണല്ലോ താലം എടുക്കാറ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, ഇങ്ങനെ തേങ്ങ താലത്തിൽ തേങ്ങയൊക്കെ വെക്കുമ്പോൾ തേങ്ങ മുറി എങ്ങനെ ഇളകാതൊക്കെ ഇരിക്കാനായിട്ട് കുഴിയുള്ള പാത്രമാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ താലത്തിനൊന്നും പോകാറില്ല, അങ്ങനെ അതും ഉണ്ട്. അടുത്തത് ചോറ് ഊറ്റുന്ന അരിപ്പപാത്രമാണ് കേട്ടോ. ഞാൻ കുക്കറിലാണ് സാധാരണ ചോറ് വെക്കാറ്, പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കല്യാണത്തിന് ഒരു കുക്കർ 8 ലിറ്ററിൻ്റെ ഹോക്കിൻസിൻ്റെ ഒരു കുക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചോറ് വാർക്കാം. പിന്നെ അത് പോയതിന് ശേഷം ഞാൻ വാങ്ങിയതാണ് കേട്ടോ വലിയ കുക്കർ, മോളുടെ കല്യാണത്തിന് ശേഷം വാങ്ങിയതാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും 4 പേർക്കും കൂടി വേണമല്ലോ. അപ്പോൾ ആ കുക്കറിൽ നമുക്കിങ്ങനെ കുക്കറിൽ തന്നെ വാർക്കാൻ പറ്റില്ല, ചോറ് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് വാങ്ങിയതാണ് ഈ അരിപ്പപാത്രം. അതിന് മുമ്പ് ആ ചെറിയ നടുക്കിരിക്കണ കുക്കറാണ് കേട്ടോ. അതിലിടക്ക് ഇപ്പോൾ ഒരു നേരത്തേക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 2 നേരത്തേക്കൊക്കെ ആണെങ്കിൽ അതിൽ വെക്കും. അതായത് അകിലുണ്ടെങ്കിൽ അകിലിന് ചോറിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ, ഒരുപാട് വേവുന്നത്. അപ്പോൾ വലിയ കുക്കറിലിടും. അല്ലാത്തപ്പോൾ ഞങ്ങൾ മാത്രമാണെങ്കിൽ ആ നടുക്കിരിക്കണ കുക്കറിലിടും. അല്ലെങ്കിൽ ഞാനും മോനും മാത്രമാണെങ്കിൽ കുഞ്ഞു കുക്കറിലിടും കേട്ടോ. പിന്നെ അതേ 2-3 മൂടി പാത്രങ്ങളുണ്ട്. പിന്നെ ഇതേ കറി വിളമ്പുന്ന വേറെ പരന്ന പ്ലേറ്റ് ഉണ്ട് കേട്ടോ. അതും കല്യാണത്തിന് ശേഷം വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളൊക്കെ സാധാരണ ചോറിൻ്റെ കൂടെ തന്നെ കേട്ടോ കറി വിളമ്പി എടുക്കാറ്. മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കറി സെപ്പറേറ്റ് വിളമ്പാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് 3 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. അടുത്തത് ഗ്ലാസ് ഐറ്റംസ് ആണ്. അപ്പോൾ ഈ 2 ഗ്ലാസ് എൻ്റെ ചേട്ടൻ അതൊരു പൈപ്പ് കടയിലായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 2 ഗ്ലാസും ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ അപ്പോൾ എൻ്റെ ഗ്ലാസ്സുകളെല്ലാം വലിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കഴിയുമ്പോൾ ചായ കൊടുത്താൽ വലിയ ഗ്ലാസ്സാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പ് വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സെറ്റ് ഗ്ലാസ് 5 എണ്ണമുള്ളൊരു സെറ്റ് ഗ്ലാസ് വാങ്ങിച്ചിട്ടോ. ചെറിയ ഗ്ലാസ്സാണ്, ഈ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ ഇതിലേ കൊടുക്കുകയുള്ളൂ കേട്ടോ. ചായ ആണെങ്കിലും വെള്ളമാണെങ്കിലും ഇതിലേ കൊടുക്കാറുള്ളൂ. പിന്നെ വെള്ളം എടുക്കുന്നൊരു കപ്പ്, പിന്നെ ഇഡ്ഡലി പാത്രമുണ്ട്. പിന്നെ കുറച്ച് അൽക്കുലത്ത് പാത്രങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫൈബറിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ട്, അതൊന്നും എടുത്തില്ല, അതൊക്കെ ചാക്കിൽ കെട്ടി വെച്ചേക്കണം, അതൊന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം പാല് കാച്ചാനൊക്കെ എടുക്കും കേട്ടോ. നല്ല കനമുള്ള ഉരുളി പോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ അത് പാല് കാച്ചാൻ, അതുപോലെ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലുണ്ടാക്കും കേട്ടോ. അങ്ങനെ എൻ്റെ പാത്രത്തിൻ്റെ കളക്ഷൻസ് ഇത്രേ ഉള്ളൂ. പിന്നെ 2 ഉരുളിയുണ്ട് കേട്ടോ. ഒരു വലിയ ബിരിയാണി ഉണ്ടാക്കുന്ന ഉരുളിയുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഉരുളിയുണ്ട്. അതൊന്നും എടുത്തില്ല കേട്ടോ, അതൊക്കെ അവിടെ ഇരിക്കണം. പിന്നെ വേറെ കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ ചാക്കിൽ എടുക്കാത്ത. പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ച്, പുട്ട് ചിരട്ടപ്പൊട്ട് ഉണ്ടാക്കുന്നത്, അതൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പാത്രം കളക്ഷൻസ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഓർമ്മകളുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ഞാൻ കളയാതെ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ
അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യം ബാഡ് കമൻ്റ് ഒന്നും ഇടരുത് കേട്ടോ. എനിക്കിതൊക്കെ ഉള്ളൂ സ്വന്തമായിട്ട്. എനിക്കൊരുപാട് ഓർണമെൻറ്റ്സോ ഡ്രസ്സോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇതൊന്നും ആർക്കും പണയം വെക്കുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉള്ളൂ എനിക്ക് സ്വന്തമായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.